MBBS പരീക്ഷയ്ക്ക് വിജയകരമായി പൂർത്തിയാക്കിയ ഒരാളല്ലേ ഉണ്ണി. അങ്ങനെയുള്ളപ്പോ സ്വന്തം പ്രൊഫഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. ആരോട് പറയാനാരുണേ, ഏത് നേരവും ഞങ്ങളിപ്പോ അത് തന്നെ അവനോട് പറഞ്ഞോണ്ടിരിക്കുന്നേ. പക്ഷെ ഇവന് ഞങ്ങൾക്കൊപ്പം പണിയെടുക്കാനാ താല്പര്യം പറയുന്നേ. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴും കണ്ണേട്ടന്റെ മനസ്സെന്താന്ന് ഉണ്ണേട്ടനെ അറിയണം. ഉണ്ണേട്ടൻ ഡോക്ടറായി വരുന്നത് എത്രയോ നാള് സ്വപ്നം കണ്ടോണ്ട് നടന്നതാ. ഇപ്പോഴും ഉണ്ണേട്ടൻ ഇങ്ങനെ മണ്ണിലിറങ്ങി പണിയെടുക്കുമ്പോ കണ്ണേട്ടൻ നന്നായി വേദനിക്കുന്നുണ്ടാവും. ഉണ്ണി കണ്ണേട്ടനെ വിഷമം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറായിട്ട് പേരെടുക്കണം. എനിക്കൊപ്പം പഠിച്ച പലരും ഇന്ന് വലിയ വലിയ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരായിട്ട് ജോലി ചെയ്യുക. ചിലർക്കൊക്കെ സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട്. അതുകൊണ്ട് ഉണ്ണി ഒന്ന് എസ് മൂളിയാ മതി. ഈ പ്രശ്നത്തിന് നമുക്ക് ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കാം. കുറച്ചുനാള് നിന്നാ മതിയല്ലോ, പിന്നെ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇടാലോ. അപ്പച്ചി ക്ലിനിക്ക് ഇട്ടുതരാന്ന് പറഞ്ഞതാണല്ലോ. എല്ലാവരും ഒരേ കാര്യം തന്നെ ഇങ്ങനെ പറയുമ്പോ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുണ്ണി. തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ കാർത്തു. പിന്നെ മനസ്സ് മാറുവാണെങ്കിൽ നിങ്ങളൊക്കെ അനുസരിക്കാം. പവിത്രടുത്തി കടയിൽ പോയോ കണ്ണേട്ടാ? പോയി. എന്നാ പിന്നെ ഞാൻ അമ്മയെ കണ്ടിട്ട് ദീപേട്ടന്റെ വീട് വരെ പോവാ. കുഞ്ഞിനെ കാണാനായിരിക്കും അല്ലേ? അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? വീട്ടിൽ വന്ന ഏത് നേരവും ആ കുഞ്ഞിനെ കുറിച്ചുള്ള വർത്താന. അതെ, സ്വന്തം കുഞ്ഞിനെ ലാളിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. നമുക്ക് പോവാൻ സാറേ. അത് പറഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവിനെ വിളിച്ചങ്ങ് പോവോ? ഞങ്ങൾ പോയിട്ട് ഇറങ്ങണട്ടെ. ശരി. മോനെ, അരുൺ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? നല്ല നല്ല അവസരങ്ങൾ മുമ്പിലേക്ക് വരുമ്പോ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ നോക്കണം. ജോലി പകുതിയാക്കി നിർത്തിയിരിക്കുക. ഇന്ന് എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്, അത് തീർക്കണം. ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ കാണണമെന്ന് തോന്നും. അതാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്. അതൊരു നല്ല കാര്യല്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന പോലെ ദീപേട്ടനും കൂട്ടി അങ്ങോട്ടും വരാം. ഇടയ്ക്ക് ഞങ്ങള് വന്നോളാം. പിന്നെ ഭയങ്കര വെയിലൊക്കെ ആണല്ലോ, അതുകൊണ്ട് കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ വരാത്തത്. അത് ശരിയാ, ചുട്ടു പൊള്ളുക. സൂര്യൻ ഇങ്ങ് താഴോട്ട് വന്ന പോലെ ഇപ്പോഴത്തെ ചൂട്. അതനുസരിച്ച് തീപിടുത്തം ഉണ്ടാവുന്നുണ്ട്. അതില് കാര്യമൊന്നുമില്ല. സൂര്യൻ തരുന്ന ചൂടിനേക്കാൾ കൂടുതലാണല്ലോ ഓരോരുത്തരുടെ മനസ്സില്. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല സാറേ. ഞാൻ നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, പൊതുവേ ഉള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞ. എല്ലാരും എന്തിന്റെയൊക്കെ പിറകെ ചൂട് പിടിച്ച് ഓടുക. എന്തൊക്കെ മഹാദുരന്തങ്ങൾ വന്നാലും മനുഷ്യൻ മാറില്ല. അതുകൊണ്ട് സൂര്യനും ചന്ദ്രനും ഉൾപ്പെടെ എല്ലാ ഗ്രഹങ്ങളും ഇപ്പൊ പ്രതികരിച്ചുകൊണ്ടിരിക്കുക. കണ്ണേട്ടന്റെയും സാറിന്റെയും സംസാരത്തിനിടയ്ക്ക് ഇതൊക്കെ സാധാരണയാ. അവരെപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. കുഞ്ഞെവിടെ വെച്ചതേ? ഉറങ്ങുവാ. ഉറങ്ങുന്ന കുഞ്ഞിനേക്കാളും ഇയാൾക്കിഷ്ടം ഉണർന്നിരിക്കുന്ന, അതിനൊക്കെ കളിപ്പിക്കുന്നതാ എന്ന് വിചാരിച്ച് ഞാൻ കുത്തി ഉണർത്താനൊന്നും പോകുന്നില്ല. അതൊക്കെ പോട്ടെ. വിജിതയുടെ അച്ഛൻ ഇപ്പൊ എവിടെയാ? ഒന്നും അറിയത്തില്ല. പലരും വഴിയിൽ വെച്ച് കണ്ടിട്ട് ഓരോന്ന് വന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് പഴയ ആളെ തിരിച്ചു കൊണ്ടുവരണ്ടേ? അതിന് വരണ്ടേ കാർത്തു? സ്വബോധത്തോടെ ജീവിച്ചപ്പോഴും ബോധമില്ലാത്തവർ ചെയ്യുന്ന പ്രവർത്തികൾ. മോള് ഇവിടെ ഇല്ല. എവിടെ പോയി? കണ്ണന്റെ അടുത്തേക്ക് പോയതാ. കണ്ണന്റെ വീട്ടിലും കടയിലും ഒക്കെ ഞാൻ കേറിയല്ലോ. അവിടെയൊന്നും മോളെ കണ്ടില്ലല്ലോ. അങ്ങോട്ടേക്കൊന്നും പറഞ്ഞ എവിടുന്ന് പോയത്? എവിടിപ്പോ
എല്ലാവരും എന്റെ അടുത്തുനിന്ന് പലതും ഒളിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളാ ദേവേ ഞാൻ പറഞ്ഞത്. നീ വാ. ഞാൻ അകത്തോട്ട് വരുന്നില്ല. ഇനിയിപ്പോ കാർത്തൂനെയും കൂട്ടിയിട്ട് വരാം. അരുണിനെ ഒന്ന് വിളിച്ചു നോക്ക്. മോള് എവിടെയുണ്ടെന്ന് അറിയാലോ. ഞാൻ വിളിച്ചോളാം. ഇനി മതിലകത്ത് പോയിട്ട് വേറെ എവിടെങ്കിലും പോയെന്ന് എനിക്കറിയില്ല. കാർത്തു മതിലകത്തേക്ക് പോയിട്ടേയില്ല. പിന്നെ പോയത് എങ്ങോട്ടാന്നൊക്കെ ഏടത്തേക്ക് അറിയാം. പക്ഷേ എന്നോട് പറയാതിരിക്കുക. അങ്ങനെ പറയാതിരിക്കേണ്ട കാര്യം എനിക്കെന്താ? ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ അറിയുന്നില്ലല്ലോ. ഇതുപോലെ അപ്രതീക്ഷിതമായിട്ട് കേറി വരുമ്പോ പലതും കാണുകയല്ലേ. എന്റെ ദേവേ, ആ ദുഷ്ടം വരുമ്പോഴൊക്കെ അവനോട് ഒരു മര്യാദയും ഇല്ലാതെയാ ഞങ്ങളൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ആട്ടിപ്പായിച്ചാലും ഒരുത്തൻ മനഃപൂർവ്വം കയറി വന്ന എന്ത് ചെയ്യും? കൊല്ലണോ അവനെ? ഞാൻ അരുണിനോട് പറഞ്ഞല്ലോ അവനെ കൊന്നുകളയാൻ. അതിന്റെ പേരിൽ അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി എന്തിനാ ദേവേ തല്ലാനും കൊല്ലാനും ഒക്കെ പോകുന്നത്? ആരും പോയില്ലല്ലോ. അവനെ പറ്റി കഴിഞ്ഞ കുറെ വർഷമായിട്ട് ആരൊന്നും ചിന്തിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. കാലം തെറ്റി കടന്നു വന്നത് അവനല്ലേ. നീ ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെ പോയാ അവനേക്കാളും കൂടുതൽ നഷ്ടം നിനക്കായിരിക്കും. ശരത്ത് കഴിഞ്ഞകാല സംഭവങ്ങളൊക്കെ അറിഞ്ഞാ അവിടെ വരെ കാണൂ നിങ്ങൾ തമ്മിലുള്ള ബന്ധവും. എന്റെ ജീവിതം നശിപ്പിക്കാനാ അവൻ വീണ്ടും അവതരിച്ചത്. ഇപ്പൊ കാർത്തു പോയിരിക്കുന്നത് അവന്റെ കൂടെയൊന്നല്ലല്ലോ. നീ എന്താ ദേവേ ഈ പറയുന്നത്? ഒന്നും പറയാൻ പറ്റില്ല. കാർത്തുനെ അവൻ കാണാൻ വരുന്നത് പലതും മനസ്സിൽ വെച്ചോണ്ടാ. എപ്പോഴെങ്കിലും സാഹചര്യം എനിക്ക് അനുകൂലമായി വരും. പിന്നെ അവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല, ആർക്കും, ഒരു കാലത്തും. നീ പോവാണോ ദേവേ? പോയിട്ട് വരാം. ഭാവി, എന്റെ കൂടെ വരുന്നോ? വരുന്നോ? വരുന്നോടാ? ഇതാരാ? വായിലിടല്ലേ, വായിലിടല്ലേ. അമ്മയാണോ? വായിലിടല്ലേ വാവേ. വേണോ? വേണോ? കാത്തും അരുൺ സാറിന്റെ അപ്പച്ചി. മോളെ ഇതാ, ഞാൻ തൊട്ടിലേക്ക് എടുത്താ. വാ, കരയല്ലേ, നമുക്ക് തൊട്ടിലേക്ക് എടുക്കാട്ടോ. എല്ലാവരും കള്ളം പറഞ്ഞു കാർത്തുവിനെ രക്ഷിക്കാൻ. പക്ഷേ എനിക്കറിയായിരുന്നു മതിലകത്തും കടയിലും അരുണിന്റെ വീട്ടിലില്ലെങ്കിൽ പിന്നെ കാർത്തു ഇവിടെ കാണുന്നു. ഞാൻ അന്ന് വന്നപ്പോ പറഞ്ഞതല്ലേ, ഇനി എന്റെ ബന്ധുക്കളുമായിട്ട് നീ ഒന്ന് ബന്ധം കൂടരുതെന്ന്. പിന്നെ എന്തിനാ കാർത്തുവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാൻ വിളിച്ചു വരുത്തിയതല്ല അപ്പച്ചി. കുഞ്ഞിനെ കാണാൻ തോന്നുമ്പോ കാർത്തു ഇങ്ങോട്ട് വരുന്നതാ. അത് ശരിയാ അപ്പച്ചി. നിങ്ങൾക്ക് കുട്ടികളില്ല, അതിനെ നല്ല ചികിത്സയാ വേണ്ടത്. ഡോക്ടർ അരുന്ധതിയുടെ അടുത്ത് 1-2 തവണ പോയി, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. എന്നിട്ടിങ്ങനെ കറങ്ങി നടക്ക അല്ലേ? ദേ വരുന്ന ഒരാള്. അവരുടെ ഇവളുടെ ചരിത്രമൊക്കെ എനിക്ക് കാണാപ്പാടാ. പിന്നെ ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡിന്റെ അനിയനാ ഇവളുടെ ഭർത്താവ്. അതുകൊണ്ട് ഈ വീടുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്ക് നല്ലതല്ല. ഞങ്ങളിപ്പോ പഴയ ആൾക്കാരല്ലേ അരുൺ സാറിന്റെ അപ്പച്ചി. ആള് പഴയതായാലും പുതിയതായാലും കൊള്ളാം. എല്ലാവർക്കും ഒരടിസ്ഥാന സ്വഭാവമുണ്ട്, അതിന്ന് മാറാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും പറയണ്ട. അരുൺ സാറിന്റെ അപ്പച്ചിയുടെ സ്വഭാവം എന്തുമായിരുന്നു? കാർത്തൂനെ കണ്ടാ കടിച്ചു കീറുമായിരുന്നു ഒരു സമയത്ത്. എന്നിട്ട് അപ്പച്ചി മാറിയില്ലേ? അങ്ങനെ ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. ആ, അതുപോലെ തന്നെ എല്ലാവരും മാറും. വെറുതെ അമ്മ അങ്ങനൊരാൾ മരിച്ചാലോ? അരുണിന്റെ അപ്പച്ചി അയാളെ കൊന്നാലോ? അത് ഒഴിവാക്കാനാ ഞാൻ നോക്കുന്നേ. മരിച്ചാലും ഒക്കെ കുഴപ്പമൊന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അയാളുടെ മനസ്സ് നിറയെ ഇപ്പൊ കാർത്തു മാത്രമാ. കാർത്തുവിനെ കാണുന്നതും മോളോട് സംസാരിക്കുന്നതൊക്കെയാ അയാളുടെ സന്തോഷം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അത് മരണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് ഏത് സാഹചര്യത്തിലേക്ക് എളുപ്പം കടന്നു ചെല്ലാൻ പറ്റും. ഒരായുധത്തിന് അയാളെ ഭയപ്പെടുത്താൻ പറ്റില്ല.
അതുകൊണ്ട് കാർത്തൂനോടൊന്ന് പറയണം, ഇനി ഡോക്ടർ ജീവനെ കാണുമ്പോ അരുൺ സാറിന്റെ അപ്പച്ചി പറയുന്ന പോലെ ആട്ടിപ്പായിക്കരുതെന്ന്. മകൾ അച്ഛനെ വേദനിപ്പിച്ച് പറഞ്ഞു വിട്ടാ അയാളുടെ സമനില തെറ്റും. ആ നേരത്തായിരിക്കും സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിക്കുന്നത്. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? കാർത്തൂനെ പറ്റിയാണോ? എന്നെ കുറിച്ച് ഇപ്പോഴെന്താ ദീപയുടെ അഭിപ്രായം? വലിയ അഭിപ്രായമൊന്നുമില്ല. എന്നാലും ഒന്ന് പറ. ഭയം കൊണ്ട് ഒതുങ്ങിക്കഴിയുന്ന സ്വഭാവദൂഷ്യമുള്ള ഒരു പെണ്ണ്. എന്താ? അത് തന്നെ, ഭയം കൊണ്ട് ഒതുങ്ങിക്കഴിയുന്ന സ്വഭാവം ശരിയല്ലാത്തൊരു പെണ്ണ്. അങ്ങനെ പറഞ്ഞതില് എനിക്ക് വിഷമമുണ്ട്. എനിക്ക് അതിൽ അഭിമാനമുള്ളത്. ഞാനിപ്പോ സ്വത്തിനെയും പണത്തിനെയും ഒന്നും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയല്ല. അങ്ങനെയായിരുന്നെങ്കിലേ ദീപേട്ടനെ കിട്ടാനായിട്ട് ഞാൻ എന്റെ തറവാട് കൊടുക്കുമായിരുന്നോ? വെറുതെ കണ്ണാടിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ യെസ് മൂളിയില്ലേ? അത് കഴിഞ്ഞ് അരുൺ സാറിന്റെ അപ്പച്ചി പണം തന്നപ്പോ അത് ദീപേട്ടന്റെ പേരിലിട്ടോളാൻ ഞാൻ സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ടും എന്നെ വിശ്വാസമില്ലാന്ന് പറഞ്ഞാ അത് കുറച്ച് കഷ്ടാട്ടോ. നീ ഇപ്പൊ എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള കാരണം എന്താ? അതല്ല ദീപേട്ടാ, കാർത്തൂന്റെയും അരുൺ സാറിന്റെ അപ്പച്ചിയുടെയും ജീവേട്ടന്റെ ഒക്കെ കാര്യത്തില് നിങ്ങളെല്ലാരും നല്ല ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അതേപ്പറ്റി ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഡേ, ഈ ടോപ്പിക്ക് നിർത്തണമെന്ന് നിന്റെ അടുത്ത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ. എന്നിട്ട് നിനക്ക് മനസ്സിലാവാത്ത എന്താ? ഭർത്താവിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ ഏതൊരു പെൺകുട്ടിക്കും ആഗ്രഹം കാണില്ലേ? ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ദിവസങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ വിവാഹം കഴിഞ്ഞില്ലെന്നും പറഞ്ഞാ ഞാൻ പുറത്തിറങ്ങിയത്. അവസാനം പിടിക്കപ്പെടുന്നതുവരെ അത്രയും വലിയൊരു സംഭവം നീ എന്നെ അറിയിച്ചായിരുന്നോ? എടി, ഭർത്താവിന്റെ താലിയും കഴുത്തിലിട്ടോണ്ട് എന്റെ ഒപ്പം ചുറ്റിയവളാ നീ. അതൊക്കെ മറക്കാറായ കഥകളല്ലേ ദീപേട്ടാ? എന്നെ കൊണ്ട് അതൊന്നും മറക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ ഓർമ്മിപ്പിക്കുന്നത്. ദീപേട്ടൻ ഇപ്പൊ ആ സംഭവം പറഞ്ഞല്ലോ. പ്രേമിക്കുന്ന പെണ്ണ് വഞ്ചിക്കുന്നതാണ് ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചതിയെന്ന്. അതുപോലെ തന്നെയാ മറിച്ചു. അങ്ങനെയാണെങ്കിലേ ജീവേട്ടൻ പ്രേമിച്ചതാണോ ഈ പറഞ്ഞ അരുൺ സാറിന്റെ അപ്പച്ചിയെ? എന്താ ദീപേട്ടാ ഞാനത് പറഞ്ഞപ്പോ അങ്ങ് എഴുന്നേറ്റ് പോയത്? ദീപേട്ടന്റെ മുഖത്തെ മാറ്റം കണ്ടിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തോ സത്യം ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് സത്യം? നീ മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. എന്റെ മുഖത്ത് മാറ്റം ഉണ്ടായത് നിന്റെ പറച്ചിൽ കേട്ടടാ. ആരും ചിന്തിക്കാത്തൊക്കെ നീ ചിന്തിച്ചു കൂട്ടുന്നു. അല്ലെങ്കിൽ പിന്നെ അവര് തമ്മിൽ ഇത്ര വൈരാഗ്യം ഉണ്ടാവാനുള്ള എന്താ കാര്യം? കണ്ണാ, കാർത്തൂന്റെ തലമുടി പറിച്ചെടുക്കാനേ ഇവനെ ആ പത്മിനിയും കൂടെ ഡോക്ടർ പറഞ്ഞു വിട്ടതാന്ന്. അത് അയാള് പറയുന്നല്ലേ, ശരിയാണെന്നില്ല. എന്റെ കണ്ണ, ആദ്യം അയാൾക്ക് വേണ്ടതേ മഞ്ജുവിന്റെ മുടിയായിരുന്നു. അത് പപ്പിനും ഞാനും കൂടി സംഘടിപ്പിച്ചു കൊടുത്തു. അതിനുശേഷമാ കാർത്തൂന്റെ മുടി അന്വേഷിച്ചു വന്നത്. ഇനിയിപ്പോ നാളെ ആരുടെ മുടിയാണെന്ന് അറിയില്ല. ചിലപ്പോ കണ്ണന്റെ അമ്മയുടെ ആയിരിക്കും. പിന്നെ ഇതിപ്പോ നരച്ച മുടിയായതുകൊണ്ട് അതിന്റെ പിന്നാലെ വരുമെന്ന് അറിയില്ല. നരച്ച മുടിയോ? അല്ല, അത് പിന്നെ നരയ്ക്കാറായല്ലോ.
ഈ മുടി എന്നൊക്കെ പറയുമ്പോഴേ ഒരുപാട് മുടി വേണമെന്ന് അയാൾ പറയുന്നുണ്ടോ? എവിടെ? അയാൾക്ക് ഒരൊറ്റ മുടി മതി. ആ കണ്ണാ, പെൺകുട്ടികളുടെ ഒരു മുടിക്കൊക്കെ ഒരുപാട് പൈസ കിട്ടുമോ? എനിക്കറിയില്ല. ആ, മഞ്ജുവിന്റെ മുടി സംഘടിപ്പിച്ചു കൊടുത്തതിന് ഞങ്ങൾക്ക് 10,000 രൂപ തന്നു. കാർത്തൂന്റെ കൂടിയ ഡിമാൻഡാ. 25,000 രൂപയാ ഓഫർ ചെയ്തിരിക്കുന്നത്. അഡ്വാൻസ് ആയിട്ട് കുറച്ച് തരികയും ചെയ്തു. ഡാ, എന്നാ പിന്നെ അയാളോട് ഇങ്ങോട്ട് വരാൻ പറയടാ. കാർത്തൂന്റെ 5 or 10 മുടി ഞാൻ പറിച്ചു കൊടുക്കാം. അമ്മയ്ക്ക് എന്തിന്റെടാ വീണ്ടും പണത്തിനോട് ആർത്തി തുടങ്ങിയ? അല്ലടാ കണ്ണാ, എത്രയോ മുടി ദിവസേന പൊഴിഞ്ഞു പോന്നു. അതിൽ നിന്ന് ഒരു മുടി എടുത്ത് അയാൾക്ക് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? സാധാരണ ഈ മുടിയും നഖമൊക്കെ ചില ദുർമന്ത്രവാദികൾ ആവശ്യപ്പെടും. അത് വെച്ചിട്ട് അവരുടെ കയ്യിൽ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ആരുടെ പിന്നാലെയാണോ പെണ്ണു പോകേണ്ടത് അവരുടെ പിന്നാലെ പൊക്കോളും. അത്തരത്തിലൊരു വൃത്തികെട്ടവനാണോ ദീപന്റെ ചേട്ടനെന്ന് പറയാൻ പറ്റില്ല. ദീപന്റെ ചേട്ടനോ? ആ, ഇവന്റെ കൂട്ടുകാരനുണ്ടല്ലോ ദീപൻ, നീ അറിയോ? ആ, അറിയാം. ഞാൻ തട്ടിട വെച്ച ആളെ കണ്ടിട്ടുണ്ട്. ആ, അവന്റെ ചേട്ടനാ ഈ പറയുന്ന ജീവൻ. അത് ശരി. എന്നാ പിന്നെ അനിയനോട് പറഞ്ഞാ പോരായിരുന്നു കാർത്തൂന്റെ ഒരു തലമുടി എടുത്തു കൊടുക്കാൻ? ആ, അവനോട് പറഞ്ഞാലേ മുടിക്ക് പകരം ചിലപ്പോ അടി കൊടുക്കും. ഏതായാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി അയാളുടെ ഉദ്ദേശം എന്താന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാ മതി. ആ കണ്ണാ, ആ ഡോക്ടർ ആള് ശരിയല്ലല്ലോ. അതുകൊണ്ടാ ഇങ്ങോട്ടൊക്കെ വന്നാ അങ്ങ് ഓടിച്ചുവിടാൻ പറയുന്നേ. ഡാ, അത് നിന്റെ ഭാര്യയോട് പോയി പറ. ജീവന്റെ ഏട്ടനോടെ അവക്ക് വലിയ അലിവാ. പെൺകുട്ടികളുടെ തലമുടി വേണമെന്ന് പറഞ്ഞ് നടക്കുന്നവൻ മനോരോഗിയായിരിക്കും മോനെ. അല്ല, ഡോക്ടർമാരിൽ മനോരോഗികൾ ഉണ്ടാവുമോ? എന്താ ഡോക്ടർമാർക്ക് അങ്ങനെയുള്ള രോഗം വന്നുകൊടുന്നുണ്ടോ? അയ്യോ ഇല്ല. അയാളുടെ ആ സംസാരവും പെരുമാറ്റവും നോട്ടവും ഒന്നും ഒട്ടും ശരിയല്ല കണ്ണാ. അയാളെ ദീപനെ പോലെയല്ല, എന്തൊക്കെയോ കുഴപ്പം അയാൾക്കുണ്ട്. എടാ കണ്ണാ, ഈ അരുണിന്റെ അപ്പച്ചി അതുകൊണ്ടായിരിക്കും അയാളെ വെറുക്കുന്നത്. അവരുടെ മുടി പൊട്ടിച്ചെടുക്കാൻ ചിലപ്പോ അയാളെ ശ്രമിച്ചു കാണും. ഏതായാലും അയാൾ ഇനി ഇവിടെ വരുമ്പോ ഞാൻ അയാളുടെ മുന്നിൽ പുറംതിരിഞ്ഞ് നിക്കത്തില്ല. അങ്ങനെ നിന്നിട്ടേ അയാളെ എന്റെ മുടി പൊട്ടിച്ചോണ്ട് പോയാലോ? പവിത്രോട് ഇപ്പൊ തന്നെ കാര്യം പറയണം. അവൾക്കാണല്ലോ അയാളുടെ സ്നേഹം കൂടുതല്. അതുകൊണ്ട് ചിലപ്പോ അയാൾക്ക് ഒരു മുടി വേണമെന്ന് പറഞ്ഞാ ഒന്നിലധികം എടുത്തോണ്ട് കൊടുക്കും. അവസാനം നിന്നോടുള്ള അവളുടെ സ്നേഹം കുറഞ്ഞു തുടങ്ങും. അമ്മ എന്തൊക്കെയാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ? എടാ, മന്ത്രവാദിയുടെ അടുത്തോട്ടല്ലേ മുടിയും കൊണ്ട് പോകുന്നേ. പെണ്ണുങ്ങളെ വശീകരിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ചെയ്യുന്നേ. പിന്നെ നിന്റെ പിന്നാലെ പവിത്ര വരുവോ? ലോകത്താരും ചിന്തിക്കാത്തതൊക്കെ എന്റെ അമ്മ ചിന്തിക്കുന്നേ. ഈ തലയ്ക്ക് ഈ തലമുടി ഒരു ഭാരമാ. കണ്ണാ, നിനക്ക് ഈ ലോകത്തെ കുറിച്ച് ഒന്നും അറിയില്ല. നീ ചില നേരത്ത് തനിപ്പൊട്ടന്മാരെ പോലെയാ. ഇവിടെ ഇതല്ല, ഇതിനപ്പുറവും നടക്കുന്നുണ്ട്. നന്നായി പോകുന്ന കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചില ദുഷ്ടന്മാര് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അത്തരക്കാര് വന്നു കഴിഞ്ഞാ പിന്നെ കുടുംബം കുളം തോണ്ടും. ഇപ്പൊ തന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഈ ജീവൻ എവിടെ കയറി ചെല്ലുന്നോ അവിടെ എല്ലാം പ്രശ്നത്തോട് പ്രശ്നമല്ലേ. അയാളെ കുറിച്ചല്ലേ ഇപ്പൊ എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും സംസാരിക്കുന്നേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ് അയാള് രോഗികളെ ചികിത്സിക്കുന്നതിനോടൊപ്പം തന്നെ അയാൾക്ക് ഇങ്ങോട്ട് നോക്കിയേ മന്ത്രവാദമുണ്ട്. അതുകൊണ്ടാ ലോകത്തെവിടെ പോയാലും കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് അയാളെ കണ്ടു കഴിയുമ്പോ കുട്ടികളുണ്ടാവുന്നു. നീ സൂക്ഷിച്ചോ, ആണിനെ പെണ്ണാക്കാനും ചില മന്ത്രവാദങ്ങൾക്ക് ശക്തി. ആരാത്? ആരാന്ന്? എവിടൊക്കെയോ തെണ്ടി തിരിഞ്ഞിട്ട് ഉമ്മറത്ത് വന്ന് കിടക്കുക. അല്ല, ഇയാളങ്ങനെ ഈ വീട് കണ്ടുപിടിച്ചു? ഇനി വട്ടൊക്കെ മാറിയോ? ഡോ 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 എഴുന്നേക്കാൻ. ഡോ ഡോ എഴുന്നേക്കാൻ. എടോ എഴുന്നേക്ക.
എടോ എഴുന്നേക്കണോ? എഴുന്നേക്കാനല്ലേ പറഞ്ഞത്? എടി എന്റെ ഉറക്കം കഴിഞ്ഞില്ല. നീ ആരാടി പോടി. ഇയാളെ എഴുന്നേപ്പിച്ചിട്ട് തന്നെ കാര്യം. തന്നോടാരാ ഇവിടെ വരാൻ പറഞ്ഞത്? തെരുവിൽ അലഞ്ഞു കിടക്കുന്ന കൊടിച്ചിപ്പട്ടികൾ ഇതിനകത്ത് കയറിയാലും താൻ വരാൻ പാടില്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എപ്പോഴാടി ഇവിടെ വന്നത്? ആ എപ്പോഴാ വന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും തന്നെയാ കാഴ്ച കണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അങ്ങ് മറന്നേക്കാം. ഇന്നലെ ഞാൻ ആറാട്ടുപുഴ പൂരത്തിന് പോയായിരുന്നല്ലോ. അത് കഴിഞ്ഞ് തേവറുടെ പിന്നാലെ തേരില ഇങ്ങോട്ട് പോകുന്നത്. തേരിന്നിറങ്ങി പല്ലക്കി വന്നവരാ എന്നെ ഇവിടെ കൊണ്ടുവച്ചത്. അയ്യോ, ഇവിടെ കൊണ്ട് വെച്ച് പല്ലക്കി ചുവന്നവരെ തന്നെ ഏതെങ്കിലും പുഴ അറിഞ്ഞെങ്കിലേ ഇപ്പൊ പുഴയുടെ തീർത്ത് ചത്തുമലച്ച് കിടന്നേനെ. എടിയേ, നിന്നെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ. നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു കല്യാണം കഴിച്ചതിന്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല. ഇനിയും നിങ്ങൾക്ക് എന്നെ കെട്ടണോ? ഏതായാലും അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എപ്പോഴാ വന്നത്? ഞാൻ രാവിലെ മുറ്റം അടിക്കാൻ വേണ്ടി ഡോറ് തുറന്ന് വന്നതാ. അപ്പതേ ഈ കാലിന് ഇവിടെ ചുരുണ്ടുകൂടി കിടക്കുന്നത്. അല്ല, ഈ തലയുടെ പ്രശ്നമൊക്കെ തീർന്നു? കൃത്യമായിട്ട് വഴി കണ്ടുപിടിച്ച് വന്നോണ്ട് ചോദിച്ചാ. എടാ, ഇന്നലെ ആറാട്ടുപുഴ പൂരത്തിന് നിന്നെ അല്ലോടാ ഉത്സവ കമ്മിറ്റിക്കാരെല്ലാം കൂടെ എടുത്തിട്ട് അടിച്ചത്? അവരെ അടിച്ചു. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തിരിച്ചു തല്ലി. അവസാനം ഞാനാ ജയിച്ചത്. അതിനിപ്പോ കൈയൊന്നും തരണ്ട. അതൊക്കെ എനിക്ക് നിസാര. നീ അടികൊണ്ട് ചമ്മന്തിയാകുന്നതേ ഞാൻ കണ്ടുള്ളൂ. തിരിച്ചു തല്ലെന്നൊന്നും ഞാൻ കണ്ടില്ല. അതിനിടയ്ക്കാണല്ലോ പൂരത്തിന് വന്ന ഒരു ആന ഇളകിയത്. എന്റെ അമ്മോ, ആൾക്കാരൊക്കെ ഓടുന്ന ഓട്ടം കാണാമായിരുന്നു. ഞാനോടി. പിന്നെ എന്താ അവിടെ നടന്നതെന്ന് ഓരോ ഓർമ്മയില്ല. പിന്നെ തേവർക്ക് പിന്നാലെ പല്ലക്കിലാരോ ചുവന്നോണ്ട് വന്നെന്ന് പറഞ്ഞത് എപ്പ പറഞ്ഞു? ആര് പറഞ്ഞു? എടാ മോനെ, ഇവക്ക് വട്ടടാ. പോയേ വന്ന പോലെ തന്നെ തിരിച്ചു വിട്ടേ. തലയ്ക്ക് സുഖമില്ലാത്ത ആളല്ലേ, ആട്ടിവിടണ്ട. ഞാനിപ്പോ വരാം. നീ പൂരത്തിന് പോയായിരുന്നോ? ഇല്ല. എന്നാ നീ അടുത്ത പ്രാവശ്യം എന്റെ കൂടെ വാ. ഞാൻ നിനക്ക് നല്ല കുപ്പികളൊക്കെ വാങ്ങിച്ചു തരാം. അയ്യോ, ഇത് മുഴുത്ത പ്രാന്തായി പോയല്ലോ. പ്രാന്താണെങ്കിൽ നെല്ലിക്ക തളം വെച്ചാൽ മതി. ഇതിന് എങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നേ? ഇത് വെച്ചോ, എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. വാങ്ങിച്ചല്ല, കൊടുത്താ ശീലം. പിന്നെ മോൻ തന്നതല്ലേ, വേണ്ട എന്ന് പറയുന്നില്ല. എടീ, നിന്റെ കെട്ടിയോൻ ചാവുമ്പോഴേ എന്നെ അറിയിക്കണം. അടിയന്തരം കൂടാൻ ഞാൻ വരാം. അയ്യോ, ആ നല്ല കാര്യം ഇപ്പോഴെങ്ങാനും നടക്കുവോ? സ്വന്തം കെട്ടിയോൻ ചാകണമെന്ന് ആഗ്രഹിക്കുന്ന ഇവളുണ്ടല്ലോ, ഈ ജന്മത്ത് ഗുണം പിടിക്കുകയല്ല. ഇവളുടെ ഉദ്ദേശം ഉണ്ടല്ലോ വേറെ ഒരുത്തനെ കെട്ടാനാ. അല്ല, നീ ഇവളുടെ മോനാണോ? അല്ല, മരുമോനാ. നീ എന്തിനാടാ ഇവളുടെ മരുമോനായത്? അതുകൊണ്ടല്ലേ ഇവള് നിന്റെ അമ്മായിയമ്മ ആയത്. എടാ, ഇവക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ? ഉണ്ടോ? നീ പുറത്തോട്ട് ഇറങ്ങി, ചൂലെടുത്ത് നിന്നെ ഞാൻ അടിക്കും. ലോകം മുഴുവൻ കീഴടക്കി എന്ന് പറഞ്ഞ് നടന്ന ആളാ. നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചും വെട്ടിച്ചും നടന്ന ആള്. ഇപ്പൊ എന്തായി? അനുഭവിക്കട്ടെ. കണ്ണേട്ടനെ കണ്ടിട്ട് വരുവാണോ? അതെ, കണ്ണനെ മാത്രമല്ല എല്ലായിടത്തും പോയി, എല്ലാവരെയും കണ്ടു. കാർത്തൂനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതാ എല്ലായിടത്തും പോയി തിരക്കിയത്. ആരെങ്കിലും പറയോ കാർത്തു ഇവിടെ ഉണ്ടെന്ന്? ഇവിടെ വന്നപ്പോ കണ്ണനും പറഞ്ഞില്ല കാർത്തു എവിടാന്ന്. നിരാശയോടെ അവിടുന്ന് പോന്നപ്പോ കാർത്തൂനെ കാണാതെ മടങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ടാ കാറിവിടെ ഒതുക്കിയിട്ടിട്ട് ഇവിടെ നിൽക്കാന്ന് കരുതിയത്. ഏതായാലും എന്റെ മോളെ ദൈവങ്ങൾ മുന്നിൽ എത്തിച്ചല്ലോ. എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ട, എന്നോട് അടുപ്പം കാണിക്കണ്ട. അത് ഡോക്ടറുടെ ആയുസ് കുറയ്ക്കും. ഇല്ല മോളെ, മോളെ കാണുമ്പോ എന്റെ ആയുസ് കൂടുകയുള്ളൂ. അരുൺ സാറിന്റെ അപ്പച്ചിയുടെ കാര്യം അറിയാലോ. അന്നത്തെ ആ സംഭവം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അരുൺ സാർ ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ ഡോക്ടർ അവിടെ തീർന്നേനെ. എന്താ ഇങ്ങനെ നോക്കുന്നേ?
ആദ്യമായിട്ട് കാണുമൊന്നും അല്ലല്ലോ എന്നെ. എന്തോ മോൾക്ക് ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകതയുണ്ട്. ഈ രീതിയിലൊക്കെ സംസാരിച്ച സ്ത്രീകളെ വീഴ്ത്താൻ മിടുക്കനാണെന്ന് അരുൺ സാറിന്റെ അപ്പച്ചിയും മുത്തച്ഛനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ മോളെ കണ്ണോടെയാണോ കാണുന്നേ? ഞാൻ കാണുന്നൊന്നുമില്ല. പിന്നെ പുറമെ ചിരിച്ചിട്ട് കഴുത്തിറക്കുന്നവരാ കൂടുതലും. അതാ എന്റെ പേടി. എനിക്ക് മക്കളില്ല. ഞാൻ മോളെ എന്റെ മകളായിട്ടാ കാണുന്നേ. ഞാൻ കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ മോളുണ്ട്. ആരോ ഒന്ന് പറയുന്നുണ്ട് മോള് എന്റെ സ്വന്തം മോളാണെന്ന്. ഞാൻ നിങ്ങളുടെ സ്വന്തം മോളാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് പോലും ഞാൻ നോക്കില്ലായിരുന്നു. നിങ്ങളെ ഒരുപാട് ദൂരത്ത് നിർത്തിയനെ. ഞാൻ ഈ ലോകത്ത് ആരെയാണ് ഏറ്റവും കൂടുതൽ വെറുക്കുന്നതെന്ന് കണ്ണേട്ടനോടും അരുൺ സാറിനോടും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. അത് എന്നെ ആരാണോ ജനിപ്പിച്ചത് അവരെ തന്നെയാ. സാഹചര്യം കൊണ്ടായിരിക്കും ഒരുപക്ഷെ മോളെ അവര് കാട്ടിക്കളഞ്ഞത്. എന്ത് സാഹചര്യം ആയാലും മൃഗങ്ങളെ പോലും ചെയ്യാത്ത കാര്യമാ അവര് ചെയ്തത്. ഞാൻ തർക്കിക്കാനല്ല മോളെ വന്നത്. മോളെ ഇന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇന്നലെയും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഉറങ്ങിയില്ലെന്ന് തന്നെ പറയാം. എന്നെ ഇത്രയും നിങ്ങൾ സ്നേഹിക്കാനുള്ള കാരണം എന്താ? അതിന് തക്ക മുൻപരിചയമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ആദ്യം മഞ്ജു എടുത്തിയായിരുന്നു എന്റെ സ്ഥാനത്ത്. ഇപ്പോ ഏട്ടത്തിയുടെ അരികിലേക്ക് അങ്ങനെ പോകുന്നില്ലെന്നാ പറഞ്ഞത്. പകരം എന്നെയാണ് മോളായിട്ട് കാണുന്നത്. ഇനി മോളുടെ അടുത്തുനിന്ന് ഞാൻ എവിടേക്കും പോകുന്നില്ല. ജീവിതകാലം മുഴുവൻ കാർത്തുവിന്റെ മകളാണെന്ന് സങ്കല്പിച്ച് ഞാൻ മുന്നോട്ട് പോകും. അതാ എന്റെ ആശ്വാസം, എന്റെ സന്തോഷം. ഞാൻ പോയിക്കോട്ടെ. അരുൺ സാറൊക്കെ എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കാണണമെന്ന് തോന്നുമ്പോ മോളുടെ തറവാടല്ലേ ഇത്, ഇവിടേക്ക് വരുമോ? ഞാൻ ഇവിടെ വന്ന് കണ്ടോളാം. അതൊക്കെ വലിയ അപകടമാ. അങ്ങനെ എന്നെ കാണേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ദിവസവും കാണുന്നുണ്ട്. അതിന് പറ്റില്ല എന്നറിയാം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്നൊന്ന് കാണാൻ അനുവദിച്ചൂടെ മോളെ? ഞാനിപ്പോ അരുൺ സാറിന്റെ ഭാര്യ. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. അതാണ് ശരി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ പോട്ടെ. മോളെ, എനിക്കെന്തൊക്കെയോ പറയണമെന്നുണ്ട്. മോള് പോവാണെന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു നീറ്റല് പോലെ. എന്താ ഇങ്ങനെ? അപ്പച്ചിയും കുടുംബത്തെയും തകർത്ത പോലെ എന്റെ ജീവിതവും തകർക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? ഞാൻ തൽക്കാലം മോൾക്കോ മോളെ സ്നേഹിക്കുന്നവർക്കോ ഒരാപത്തും വരരുതെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തില. അങ്ങനെ ചിന്തിക്കുന്ന ആളാണെങ്കിൽ ദയവ് ചെയ്ത് എന്നെ കാണാൻ വരരുത്. ഡോക്ടർ പോണ്ടത് മഞ്ജു ഏട്ടത്തിയുടെ അരികിലേക്കാ. ഏട്ടത്തിയെ പഴയ പോലെ തിരിച്ചു കൊണ്ടുവരണം. എന്താ പറ്റിയേ? ഇയാൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? എടാ, ഞാൻ പറഞ്ഞതാ സത്യം. ഈ ലോകത്ത് ഇതുപോലെ വേദന നിന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ കാണില്ല. കുറുക്കനാണെന്ന് അരുൺ അപ്പച്ചിയും മുത്തച്ഛനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആ സ്വഭാവത്തോടെ എല്ലാരെയും വീഴ്ത്തുമെന്നും പറയാറുണ്ട്. അതുകൊണ്ടേ നമ്മളെല്ലാരും അയാളുടെ ഭാഗത്തുനിന്ന് മാത്രം ചിന്തിക്കണ്ട. ഒരു സമയത്ത് അരുൺ അപ്പച്ചിയുടെ ജീവൻ എടുത്തതുപോലെ ചിലപ്പോൾ അയാൾ എല്ലാം അലമ്പി കളഞ്ഞിട്ട് ഭാര്യയും കുട്ടി അങ്ങ് അമേരിക്കയ്ക്ക് പോയാലോ? ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അത് നീ ഉറപ്പിച്ചോ. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. അച്ഛൻ മകളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി കാർത്തൂനെ ഡോക്ടർ ജീവൻ കാണണ്ടെന്ന് പറയുന്നത് ശരിയാണോ? കാർത്തു എന്തുവാ പറഞ്ഞേ? അയാൾ അങ്ങനെയൊക്കെ പെരുമാറിയതിൽ കാർത്തൂന് നല്ല വിഷമമുണ്ട്. അയാൾ മുന്നിൽ നിന്ന് കരയായിരുന്നെന്നാ പറഞ്ഞത്. എന്നോടും പറഞ്ഞു. ഏത് ഭാഗത്തൂടെയാണെങ്കിലും സത്യം തിരിച്ചറിഞ്ഞ ആളാ ജീവൻ. അതുകൊണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് അയാൾ വരും. അരുൺ അപ്പച്ചി കൊല്ലുന്നുള്ള ഭയമൊന്നും അയാൾക്കില്ല. സത്യം പറഞ്ഞ അയാളുടെ കാര്യം ആലോചിക്കുമ്പോ ഭയങ്കര സങ്കടമുണ്ട്.
നീയാണ് കാർത്തൂന് പലതും പറഞ്ഞു കൊടുക്കുന്നത്. അയാളെ കാണുമ്പോ സ്നേഹത്തോടെ പെരുമാറണമെന്ന് പറയുന്നത് നീയാ. പിന്നെ സ്വന്തം അച്ഛനെ മോള് ശത്രുവായി കാണണം. കാർത്തൂനൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ നമുക്കൊക്കെ അറിയാലോ. അയാൾക്കാണെങ്കിൽ കുട്ടികൾ പോലുമില്ല. എന്നാ പിന്നെ പോയി മോക്ക് പറഞ്ഞു കൊടുക്കുക, കാർത്തൂന്റെ അച്ഛനാണ് ഡോക്ടർ ജീവനെന്ന്. എന്റെ കണ്ണേട്ടാ, കാർത്തൂന്റെ അച്ഛനും അമ്മയും കാർത്തൂന്റെ അരികിലേക്ക് വരുമെന്ന് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവരൊക്കെ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വന്നില്ലേ? ആ ഡോക്ടർ ജീവൻ ഈ രീതിയിൽ കാർത്തൂന്റെ പിന്നാലെ അലഞ്ഞു നടക്കുന്നു ഞാൻ കരുതിയില്ല പവിത്രേ. അയാൾ ഒരിക്കലും മനഃപൂർവ്വം അരുണിന്റെ അപ്പച്ചിയുടെ കുടുംബം തകർക്കാനൊന്നും നോക്കില്ല. പക്ഷെ അയാളുടെ പല പ്രവൃത്തികളും അറിഞ്ഞോ അറിയാതെയോ ഒരു കൂട്ട തകർച്ചയ്ക്ക് കാരണമാവുന്ന എന്റെ പേടി. അയാള് മകളെ തിരിച്ചറിഞ്ഞെന്ന് വെറുതെ ഒന്നും പറഞ്ഞതല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ രീതിയിലൊന്നും സംസാരിക്കാൻ പെരുമാറുകയും ചെയ്യില്ലായിരുന്നു. എന്നെയും പപ്പനെയും കണ്ടപ്പോഴും അയാൾ പരിധി വിട്ടാ സംസാരിച്ചത്. കാർത്തൂനെ തിരക്കി അയാൾ എല്ലായിടത്തും പോയി. അവസാനമാ അവിടെ വന്നത്. മകളെ തിരിച്ചറിഞ്ഞൊരച്ഛൻ അവളെ കാണാൻ വേണ്ടി അലഞ്ഞു തിരിയുന്നത് എനിക്ക് അത്ര വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല. അതുമാത്രമല്ല, അരുണിന്റെ അപ്പച്ചി തന്നെ ഡോക്ടർ ജീവന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ അയാളുമായി അടുത്തത്. അവരത്രയ്ക്ക് ബോധമില്ലാത്ത സ്ത്രീയൊന്നും അല്ലല്ലോ. ഒരു സ്ത്രീക്ക് മനസ്സ് കൊടുത്തിട്ട് അവരമ്മയാവാൻ പോകുന്നെന്ന് അറിഞ്ഞ ശേഷം മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരാണ് അവരീ നകന്നു പോവോ? എന്തായാലും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. ഞാനൊന്ന് അരുണിനെ കാണട്ടെ. അയാള് മകളെ തിരിച്ചറിഞ്ഞെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അയാളെ പോലൊരു ഡോക്ടർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. ഇടയ്ക്ക് ദീപന്റെ വീട്ടിലേക്കൊക്കെ അയാൾ പോയിട്ടുണ്ടായിരുന്നു. വിജിതയോടും സുധാമണിയോടും സഹായിക്കണമെന്ന് പറഞ്ഞാൽ അവർ സഹായിക്കില്ലേ? കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് കാർത്തു ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാറുണ്ട്. ആ നേരത്തെ ഒരു മുടിനാര് സംഘടിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. എന്തായാലും അയാളുടെ സംസാരത്തിനകത്ത് മകളെ തിരിച്ചറിഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നേ. തിരിച്ചറിയുന്നതിന് മുമ്പ് കാർത്തൂന് പിന്നാലെ നടന്ന ആള് ഇനി നിരന്തരം ശല്യമായിട്ട് വരുമോന്ന എന്റെ പേടി. അതിനുള്ള സാധ്യതയുണ്ട്. അയാളുടെ മട്ടും ഭാവമൊക്കെ അതുപോലായിരുന്നു. ഒരുമാതിരി നിയന്ത്രണം വിട്ട രീതിയിലായിരുന്നു അയാളുടെ സംസാരം. ഇടയ്ക്ക് കാർത്തൂനെ കണ്ടപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. കാർത്തൂനെ കണ്ട് കരഞ്ഞെന്നൊക്കെയാ മോള് പറഞ്ഞേ. ഇനി വലിയ സംശയത്തിന്റെ ഒന്നും ആവശ്യമില്ല. അയാൾക്ക് കിട്ടേണ്ട ഉത്തരവൊക്കെ കിട്ടിക്കഴിഞ്ഞു. കാർത്തൂനെ അയാളെയും തമ്മിൽ എങ്ങനെ അകറ്റണമെന്നാ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. അയാളെ അകറ്റാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം പറഞ്ഞു നോക്കി, എന്നിട്ടും അയാൾ നിരാശനായിട്ട് മടങ്ങിയില്ലല്ലോ. ആ നിലയ്ക്ക് അയാളെ തിരുത്താനൊന്നും പറ്റൂല അരുണേ. പിന്നെ കാർത്തൂനോട് അരുൺ വേണ്ട രീതിയിലൊന്നും സംസാരിക്കേ. കണ്ണേട്ട, ഞാൻ മാത്രം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നും കാർത്തൂന് മറ്റാരേക്കാളും ഇഷ്ടം കണ്ണേട്ടനോടാ. ഇതിന്റെ പേരിൽ എനിക്ക് ശാസിക്കാനൊന്നും പറ്റില്ല അരുണേ. ഇവിടെ ഇപ്പോ ഒരാൾക്ക് ജീവനോട് ചെറിയ അലിവൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്, എന്റെ ഭാര്യയ്ക്ക്. അവിടെ വന്നപ്പോ എനിക്കത് തോന്നാതിരുന്നില്ല. മകളും അച്ഛനും തമ്മിൽ ഇനി സ്നേഹിക്കണമെന്നാണോ പവിത്രടുത്തി പറയുന്നത്? അയാളുടെ നമ്പറാണല്ലോ ആ ജീവന്റെ. ഇപ്പൊ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ വിളിയുണ്ടോ? ഏയ് ഇല്ല. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അയാളെ ദൂരെ നിർത്തണമെന്ന് പറഞ്ഞിട്ട് അയാൾ തന്ന ഗിഫ്റ്റ് സ്വീകരിച്ചില്ലേ? അത് പവിത്രടുത്തി പറഞ്ഞതുകൊണ്ടാ. ഞാനാണ് തന്റെ ഭർത്താവ്. അവിടെ ഞാൻ പറയുന്നല്ല മുൻഗണന തരേണ്ടത്. ഞാൻ സാറിനെ വെറുപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ ചെയ്യുന്ന എന്താ? അയാളോട് സംസാരിക്കരുത്, അയാളെ വീട്ടിൽ കയറ്റരുതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? വീട്ടിൽ മറിഞ്ഞിരിക്കാൻ പോലെ അവസരം കൊടുത്താ താൻ. അതിന്റെ കാരണം സാറിന് അറിയാലോ. കാരണം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നതിന്റെ അർത്ഥം എനിക്കൊപ്പം ജീവിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നാ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ശക്തമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും എന്തിനാ അയാളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ പോയേ? ഞാൻ അറ്റൻഡ് ചെയ്തില്ലല്ലോ. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ താൻ കോൾ അറ്റൻഡ് ചെയ്ത് തന്നെ. എന്റെ വാക്ക് കേൾക്കുന്ന കൂട്ടത്തിലായിരുന്നെങ്കിൽ ഇപ്പൊ അയാളുടെ വിളി വന്നപ്പോ കട്ട് ചെയ്തേനെ. അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ട് മേലെ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞേനെ. അയാളെ പിടിക്കുക
മഞ്ജു എടുത്തിയെ അയാൾ ചികിത്സിച്ചില്ലെങ്കിലോ? ചികിത്സിച്ചില്ലെങ്കിൽ വേണ്ട. അയാളുടെ അരികിലേക്ക് എടുത്തി പോരുതെന്ന എന്റെ ആഗ്രഹം. അതുകൊണ്ട് ആ ന്യായമൊന്നും പറയണ്ട. കണ്ണേട്ടനും ഇതുപോലെ എന്നെ വഴക്ക് പറയുമായിരുന്നു, അയാളെ കാണുന്നതിലും സംസാരിക്കുന്നതിലും ഒക്കെ. പക്ഷേ ഇപ്പൊ ആ കണ്ണേട്ടൻ പോലും സാറിനെ പോലെ ചൂടാവുന്നില്ല. കണ്ണേട്ടൻ എന്നെ ഏൽപ്പിച്ചത് തന്നെ. അതിനുശേഷം തന്റെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കി നടത്തേണ്ടത്. അങ്ങനെയുള്ളപ്പോ എനിക്കുള്ള പരിഗണന തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവാ എന്റെ അപ്പച്ചി. അമ്മയോടുള്ള സ്നേഹം അപ്പച്ചിയോടുണ്ട് എനിക്ക്. ആ അപ്പച്ചി വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. തനിക്കറിയാലോ, അന്ന് നമ്മുടെ വിവാഹ സമയത്ത് തനിക്ക് വേണ്ടി മാത്രമാ അപ്പച്ചിയെ ഞാൻ വേദനിപ്പിച്ചിട്ടുള്ളത്. അത് ന്യായം എന്റെ ഭാഗത്തുണ്ടെന്ന് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ തന്നെ പോലൊരു പെൺകുട്ടിയെ എന്റെ ജീവിത പങ്കാളിയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. അവിടെ അപ്പച്ചിയെ പോലും ഞാൻ ധിക്കരിച്ചുകൊണ്ടാ തന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത്. അത്രയും റിസ്ക് എടുത്ത് ഒന്നായവരാ നമ്മള്. അപ്പൊ ഇനിയുള്ള കാലവും ഒരുമിച്ച് നിൽക്കണം. നിക്കാൻ എന്തുകൊണ്ട് താൻ പറയാത്തത്? നിക്കാം. അങ്ങനെയെങ്കിൽ ഇനി അയാളുടെ ഫോൺ വന്നാ വെച്ചിട്ട് പോടോന്ന് പറയണം. ദേ വീണ്ടും വിളിക്കുന്നു. എന്താണ് തനിക്ക് വേണ്ടത്? അത് പിന്നെ കാർത്തൂനോടൊന്ന്. കാർത്തൂനോട് ഒന്നും വേണ്ട, രണ്ടും വേണ്ട. മേലാ വിളിച്ചേക്കരുത്. താൻ കാരണം ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിലും സംസാരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാനും കാർത്തൂൻ തമ്മിൽ വഴക്കിട്ടോണ്ടിരിക്കുക. ഞങ്ങളെ തമ്മിൽ അകറ്റാനാണോ താനൊരു രാക്ഷസനെ പോലെ കടന്നു വന്നത്? ഒരാള് മറ്റൊരാളെ കാണുന്നതിൽ എന്താ അരുൺ തെറ്റ്? കാർത്തു തന്റെ ആരാടോ? ആരാണെന്ന് അരുൺ അറിയില്ലേ? കാർത്തു എന്റെ ഭാര്യയെ. മേലിൽ എന്റെ ഭാര്യയെ വിളിച്ചേക്കരുത്. ഈ മൊബൈലിൽ സിമ്മിങ് ഊരി എടുക്കട്ടെ. അല്ലെങ്കിൽ തന്നെ മൊബൈലൊന്നും ഉപയോഗിക്കുന്ന ഇഷ്ടമല്ലായിരുന്നല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംസാരിക്കാൻ വേണ്ടിട്ടാ വാങ്ങി തന്നെ. ഇനി തന്റെ കയ്യിലിരിക്കുന്ന അത്ര സേഫ് അല്ലെന്ന എന്റെ വിശ്വാസം. എനിക്ക് മൊബൈല് വേണ്ട. ഞാനായിട്ട് ഇനിയിപ്പോ ഇതെടുക്കുന്നില്ല. പക്ഷെ ദയവ് ഇത് എന്നെ അനുസരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം. എന്റെ ഏട്ടത്തി ഒരിക്കലും തന്നെ സ്നേഹിച്ചിട്ടില്ല. ഇനി അവർ നോർമൽ ആയാലും സ്നേഹിക്കുന്നൊന്നും തോന്നുന്നില്ല എന്ന് കരുതി അവരോട് മനുഷ്യത്വം കാണിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ കുടുംബജീവിതം തകരുന്ന രീതിയിൽ താൻ പെരുമാറരുത്. അതിനി ആരോടുള്ള കടപ്പാടിന്റെ പേരിലായാലും ശരി. മനസ്സിലായോ? മനസ്സിലായി.